ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില വർധന ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളിവിടെ സർക്കാരിനെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ കുറ്റമല്ല ഇതൊന്നും വില വർധന കാരണമെന്നുള്ളത് ഇവർക്കറിയാം. എങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വില കൂട്ടാമായിരുന്നു, കൂട്ടിയിട്ടില്ല. പക്ഷേ നമ്മളുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ രാജ്യത്തോടും ഈ ജനതയോടും ചെയ്ത ഒരു വലിയ ചതി, ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വലിയ ചതി. ആ ചതിയുടെ തുടർച്ചയായിട്ടല്ലേ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ട് രാജ്യം അനുഭവിക്കേണ്ടി വരുന്നത്. അതെ, ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ചതി തന്നെയായിരുന്നു. നമ്മുടെ ഈ വരുന്നൊരു തലമുറയുടെ മേലേക്കാണ് ഈ കടം കൊണ്ടുവച്ചത്. അന്ന് ഓയിൽ കമ്പനികളോട് ലോസിൽ വിൽക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ലോസ് 15-20 കൊല്ലത്തിനിടയ്ക്ക് തീർത്തു തരാം എന്നുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അന്ന് എടുത്ത നടപടി. അതുപ്രകാരം 1.34 lakhs crore, 1.34 ലക്ഷം കോടിയുടെയായിരുന്നു ആ നഷ്ടം. ഇന്നിപ്പോൾ 15-20 വർഷമായി. ഇത് 2005 ആ കാലഘട്ടത്തിലാണ് 2005 കാലഘട്ടത്തിലാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇന്ന് ആ കാലമായി. അപ്പോൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ അത് തിരിച്ചു കൊടുക്കാനായിട്ട് ബജറ്റിൽ നിന്ന് എടുക്കാനായിട്ട് അന്നത്തെ കാലത്തെ ബജറ്റിൽ നിന്ന് എടുക്കാൻ എളുപ്പമില്ലാത്തതുകൊണ്ട് അത് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കൂടുതൽ ഓയിലിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു അഡീഷണൽ ഭാരം ഗവൺമെൻറ്റിൻ്റെ മേൽ വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് സബ്സിഡി ചെയ്തിട്ട് എന്തെങ്കിലും ഇവിടുത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയ്ക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ അത് എളുപ്പമല്ല. അപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ആൾക്കിത് പറയാം, എന്നിട്ട് കുറയ്ക്കണമെന്ന് പറയാം. അതെപ്പോഴും ഏത് ഗവൺമെൻറ്റിനെതിരെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് ഇത്ര വലിയൊരു ഭാരം ഭാവി തലമുറയ്ക്ക് കിട്ടാൻ എൻ്റെ തലയിലേക്ക് എടുത്ത് വയ്ക്കുന്ന പോലത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ട് അത് അതിനെ അടച്ചു തീർക്കാവുന്ന വൃത്തിയില്ലല്ലോ. നഷ്ടം അങ്ങനെ അനിശ്ചിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാരം, ഈ യുദ്ധത്തിൻ്റെ ഭീകരത എത്രയും വേഗം മാറിയില്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജനങ്ങൾ വളരെയധികം സഫർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതായത് രാജ്യത്തിൻ്റെ ഭാവിയെ വിൽക്കുക എന്ന് പറയുന്ന അതിക്രൂരമായ ഒരു നടപടി. അപ്പോൾ പലരും സാമ്പത്തിക വിദഗ്ധർ പറയാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കും. അതുപോലെയല്ല ഇത് ഭാവിയെ പണയപ്പെടുത്തുകയാണ്. അത്രയേറെ അപകടം ഇതിലുണ്ടോ? അപകടമുണ്ട്. കാരണം ഇത് അന്ന് കൺസ്യൂം ചെയ്തതിൻ്റെ കടമാണ് ഇപ്പോഴും. ഒരു നിർമ്മാണ പ്രവർത്തനം, റോഡോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ റോഡ് സമ്പദ് വ്യവസ്ഥയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് റോഡ് ഉണ്ടാകുന്നത്. അപ്പോൾ റോഡിൻ്റെ കണക്ടിവിറ്റി കൂടുമ്പോഴാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് കൂടുമ്പോഴാണ് ട്രാൻസാക്ഷൻസ് കൂടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കമ്മോഡിറ്റീസ് പല സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സഹായിക്കണമെങ്കിൽ അത് റോഡ് വേണം. റോഡും റെയിൽവേ ഒക്കെ വേണ്ടി വരും, ബ്രിഡ്ജസ് പണിയേണ്ടി വരും. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണത്. ഇവിടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ചെയ്തത്, കടമാണ് ചെയ്തു വെച്ചത്. അത് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനോ കഴിയാത്ത ഒരു ചതി. അതെന്തുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചത് അവർ? കാരണം അതന്നല്ലെങ്കിൽ അവരൊരു ശക്തമായ ഒരു ഭരണമൊന്നും ആയിരുന്നില്ലല്ലോ. ശക്തമായിട്ട് പ്രതിപക്ഷം നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ 77 അല്ല 71 അല്ലെങ്കിൽ 80 പോലത്തെ അല്ലെങ്കിൽ 84 രാജീവ് ഗാന്ധി കിട്ടിയ പോലത്തെ ഭൂരിപക്ഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷം ശക്തമായിട്ട് സഭയിലുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒളിച്ചു മാറി ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാൻ കാരണം അത് തന്നെ. അതായത് രാജ്യത്തിൻ്റെ ഭാവിയെ പണയപ്പെടുത്തിയായാലും ഇപ്പോൾ നിലനിൽക്കുക, സർക്കാരിനെ നിലനിർത്തുക, തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രം. രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു അത്രേ ഉള്ളൂ. അത് ഈ സാധാരണഗതിയിൽ കോൺഗ്രസ് ഭരണകൂടം എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നല്ലോ. അവർ തൽക്കാലത്തെ കാര്യങ്ങൾ നടന്നു പോകുക എന്നുള്ളതിനപ്പുറം അവർ ഭാവി രാജ്യത്തിൻ്റെ എന്താവും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസ്സിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം മുതൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തിനാ പട്ടാളം, നമുക്ക് ശത്രുക്കളില്ല എന്നൊക്കെ പറയാം. മറ്റ് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയി അതേ യൂണിഫോമും അതേ ബൂട്ട്സും അതേ തോക്കുമായിട്ട് ഇവരെ ഹിമാലയത്തിൽ കൊണ്ട് നിർത്തുക. നമുക്ക് യുദ്ധമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവസാനം ചൈനക്കാർ കയറി വന്നപ്പോൾ അവിടെ കൊണ്ട് നിർത്തി പാവങ്ങൾക്ക് പ്രോപ്പറായുള്ള തണുപ്പിനെ അതിജീവിക്കാനുള്ള ഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ ദൂരക്കാഴ്ചയുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കുറവാണ്. ഭാവി എന്താണെന്നുള്ളത് ഇന്ന് തൽക്കാലം അങ്ങനെ നടന്നു പോകാം.
യുദ്ധം വരുമ്പോൾ ആ സമയത്ത് നോക്കാമെങ്കിൽ യുദ്ധം വരാത്തിടത്തോളം കാലം ഭാഗ്യമെന്ന് വിചാരിച്ചിരിക്കുക എന്ന് ചെയ്ത പോലെ 62 നമ്മളത് അനുഭവിച്ചു. പക്ഷെ പിന്നീടും സാമ്പത്തികമായ കാര്യങ്ങൾ പറ്റിയിട്ടൊരു എപ്പോഴും ദീർഘവീക്ഷണത്തോടെ കാര്യം അതൊരു പൊളിറ്റിക്കൽ തീരുമാനങ്ങളാവാൻ പാടില്ല എപ്പോഴും. അതിന് സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെ വേണം. ഇപ്പോൾ മൻമോഹൻ സിംഗ് നല്ല സാമ്പത്തിക വിദഗ്ധനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ലല്ലോ, അധികാരം ഉണ്ടായിരുന്നില്ല. ആ തീരുമാനം എടുക്കുന്നത് ഫസ്റ്റ് ഫാമിലിയിലാണ്, പ്രഥമ ഭവനത്തിലാണ്. അപ്പോൾ ആ തീരുമാനങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ അപ്പോഴത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒഴിഞ്ഞു പോകുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇതുപോലെ ഇന്ത്യയുടെ സ്വർണവും വിദേശത്ത് കൊണ്ടുവച്ച ഒരു കഥയും കൂടി ഇല്ലേ? അത് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വലിയ വൻതോതിൽ ടൺ കണക്കിന് സ്വർണ്ണം ടൺ കണക്കിൽ പ്ലെയിനിൽ കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചു. പക്ഷെ അത് വീണ്ടെടുത്തത് ആരാണ് സർ? വീണ്ടെടുത്ത മോഡി സർക്കാർ. അത് ഈ പറയുന്ന രാജ്യത്തെ വിൽക്കുക, രാജ്യത്തിൻ്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുക, രാജ്യത്തിൻ്റെ സമ്പത്ത് ഏത് വിധേനയും കളഞ്ഞു വിളിച്ചുകൊണ്ട് ഇപ്പോഴുള്ള കാര്യം നടത്തുക, ഇല്ലെങ്കിൽ തങ്ങളുടെ കീശ കുറിപ്പിക്കുക, ആ ഒരു നിലപാട് കോൺഗ്രസിനും ഈ പറയുന്ന ഭരണകർത്താക്കൾക്ക് മുമ്പ് ഒരു നിർബാധം തുടർന്നു അല്ലേ? നിർബാധമല്ല, അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അങ്ങനെയാണ്. ഒന്നിനെ പറ്റിയിട്ടും ദീർഘവീക്ഷണമില്ല. ഇപ്പം നെഹ്റുവിനെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നു, റോസപ്പൂവൊക്കെ കുത്തിവെക്കുന്നു, നല്ല അസലായിട്ട് ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, ഇംഗ്ലീഷിൽ എഴുതുന്നു. അപ്പോൾ കാണാൻ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. നമ്മുടെ ജനങ്ങൾക്കും അത് മതിയായിരുന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് പാരീസിൽ ഡിസൈൻ ചെയ്ത് UK അയൺ ചെയ്ത ഡ്രസ്സാണ് UK പഠിക്കാൻ പോയ സമയത്ത് പാരീസിൽ ലോണ്ടറിക്ക് അയച്ചിരുന്നു എന്ന് എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സാധാരണ പറയുക പീപ്പിൾ ഗെറ്റ്സ് എ ഗവൺമെൻറ് ആറ്റ് ദ ഡിസർവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജനങ്ങളും അത്രത്തോളം സീരിയസ് ആയിട്ട് ജനാധിപത്യത്തിനെ കണ്ടില്ല എന്നുള്ളൊരു കുഴപ്പം നമുക്കുണ്ട്. കാരണം നമുക്കൊരു പുതിയ പരീക്ഷണമായിരുന്നു 47 വന്ന ജനാധിപത്യം. നമുക്ക് അതിന് മുമ്പ് ഒരു പരിചയമില്ല. ഇങ്ങനെ ഭാരതത്തിന് മുഴുവൻ ഭരിക്കുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളും ബോധേഡായിരുന്നില്ല. ജനങ്ങൾ ഇവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ഇപ്പോഴാണ് ഈയിടെ അത് മാറി തുടങ്ങിയത്. ഞാനൊരു ഇലക്ഷൻ വീക്കിലാണെന്ന് എൻ്റെ ഓർമ്മ. അവർ നടത്തിയൊരു സ്റ്റഡിയിൽ 77 ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പഠനം നടത്തിയപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് എങ്ങനെയുണ്ട്, പഴയ ഗവൺമെൻറ് എന്തുകൊണ്ട് പോയി എന്നൊക്കെ അവർക്ക് അറിയാമോ എന്നറിയാനാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിങ്ങനെ ഇന്ദിരാഗാന്ധി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മൊറാർജി എന്ന് പറഞ്ഞ ആൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പറ്റുന്ന ആ കുടുംബം നയിക്കുന്ന ഒരു ഗവൺമെൻറ്റോ പാർട്ടിയോ അവർ തെറ്റ് ചെയ്യുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഇവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ചെയ്യുന്നതിനെല്ലാം അവർ ആ കുടുംബത്തിൻ്റെ കരിസ്മയുടെ മറവിൽ അതിനെ ഒളിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാർ പലതിനെയും മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ പഠിച്ചു തുടങ്ങിയത്. ശരിക്കും അങ്ങനെ വന്നിരുമ്പോഴേ ജനാധിപത്യം ശരിക്കും ഡെവലപ്പ് ചെയ്യുള്ളൂ. ചോദ്യം ചെയ്യണം. ഇപ്പോൾ മോഡി ആയാലും മൻമോഹൻ സിംഗ് ആയാലും ചോദ്യം ചെയ്യപ്പെടണം. ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളപ്പോഴാണല്ലോ ഒരു സർക്കാരിന് നന്നായിട്ട് ഭരിക്കാനായിട്ട് തോന്നുക. അതെ, എന്നാരും ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമല്ലോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആളുകളുണ്ടാവണം. എതിർക്കാൻ പറ്റിയ ആൾക്കാർ സഭയിലും ഉണ്ടാവണം, തെരുവിൽ മാത്രം ഉണ്ടായാൽ പോരെ. അതിന് കഴിവുള്ളവരുണ്ടാവണം. നമ്പർ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെ, കഴിവ് വേണം. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്പറുണ്ട്, അംഗീകൃത പ്രതിപക്ഷമാവാനുള്ള നമ്പർ ലോക്സഭയിലുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് വഹിക്കാൻ പറ്റിയവരാരും ഇല്ലല്ലോ. ഇല്ല. നമ്മൾ കേരളത്തിൽ പിണറായി അഭിമുഖീകരിക്കാൻ പോകുന്ന സെയിം വിഷയമാണ്. സബ്ജക്റ്റ് പഠിച്ച് ഭരണകക്ഷിയെ വിമർശിക്കാൻ പറ്റുന്ന തരത്തിൽ പിണറായിക്ക് എളുപ്പമല്ല അത്. അതേപോലെ ഇന്ന് കേന്ദ്രത്തിലെ ആൾക്കാരും അതേപോലെ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റിയ ആൾക്കാരല്ല. അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിക്കണം. പിന്നെ ഗവൺമെൻറ് ചെയ്തെന്തായാലും അതിന് തീർക്കണം എന്നൊരു തോന്നലും പാടില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ അനുകൂലിക്കുകയും ചെയ്യാമല്ലോ. അതെ,
ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അത് എങ്ങനെ വന്നാലും രാജ്യത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യുക, എത്ര മരം വീണമെന്നാണ് നോക്കേണ്ടത്. അല്ല ആൾക്കാർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, അവിടെ ഭീകരന്മാർക്കൊന്നുമില്ല, ചൈന വന്ന് ഇന്ത്യയുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്, ഭരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന രീതിയില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ശരിയെന്ന് തോന്നണതിനെ അംഗീകരിക്കാൻ വേണം, അംഗീകരിക്കാനുള്ള മനസ്സും വേണം പ്രതിപക്ഷത്തിന്. അതെ.